സൗദി ജയിലിൽ വധശിക്ഷ കാത്തുകഴിയുന്ന കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുൾ റഹീമിന്റെ കുടുംബത്തിന് സന്തോഷക്കണ്ണീർ. 34 കോടി രൂപയ്ക്കായുള്ള അബ്ദുൾ റഹീം നിയമസഹായ സമിതിയുടെ പരിശ്രമം ഫലം കണ്ടു. 18 വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ തിരിച്ചെത്തുന്ന അബ്ദുൾ റഹീമിന്റെ കാണാൻ കണ്ണിറയെ കാത്തിരിക്കുകയാണ് കുടുംബം. 72 വയസ്സുണ്ട് ഈ അമ്മയ്ക്ക്. 18 വർഷമായി മകനു വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ട്. ലോകമെമ്പാടുമുള്ള സുമനസ്സുകളുടെ സഹായത്താൽ ഫാത്തിമയുടെ പ്രാർത്ഥന ഫലം കാണാൻ പോകുന്നു. സൗദി ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുൾ റഹീമിന് വേണ്ടിയുള്ള മോചനദ്രവ്യം 34 കോടി രൂപയും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സമാഹരിച്ചു കഴിഞ്ഞു. 34 കോടി 45 ലക്ഷം രൂപ സഹായം ലഭിച്ചതായി റഹീം നിയമസഹായ കമ്മിറ്റി പറഞ്ഞു. മോചനദ്രവ്യം സമാഹരിക്കാനായി വ്യവസായി ബോബി ചെമ്മണ്ണൂർ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ യാചകയാത്ര തുടങ്ങിയിരുന്നു. ഇതും ധനസമാഹരണത്തിന് വേഗത കൂട്ടി. സൗദി ജയിലിൽ കഴിയുന്ന നിരപരാധിയായ അബ്ദുൾ റഹീം, അദ്ദേഹത്തെ ഈ 16-ാം തീയതിയാണ് തൂക്കിക്കൊല്ലാൻ ലഭിച്ചിട്ടുള്ളത്. അതിന്റെ മോചനദ്രവ്യത്തിനായി 34 കോടി രൂപ വേണം. 34 കോടി 45 ലക്ഷത്തി 46,568 രൂപ. ബോബി ചെമ്മണ്ണൂരിന്റെ 1 കോടി രൂപ ഉൾപ്പെടെയാണ് ഈ തുക. ഹൗസ് ഡ്രൈവർ വിസയിൽ ജോലി തേടി 2006 നവംബറിലാണ് റഹീം റിയാദിലേക്ക് പോയത്. ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന അബ്ദുൾ റഹീം സ്പോൺസറുടെ ഭിന്നശേഷിക്കാരനായ മകന്റെ മരണത്തിന് കയ്യബദ്ധത്തിലൂടെ കാരണക്കാരനായി. 34 കോടി ദയാധനം നൽകിയാൽ വധശിക്ഷ ഒഴിവാക്കാമെന്ന് 18 വർഷങ്ങൾക്ക് ശേഷമാണ് സൗദി ബാലന്റെ കുടുംബം സമ്മതിച്ചത്. മോചനദ്രവ്യം ലഭിച്ചതോടെ ഇനി അബ്ദുൾ റഹീമിനെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് കുടുംബവും നാട്ടുകാരും. മകനെ കണ്ണിറയെ കാണാൻ അമ്മയും കാത്തിരിക്കുകയാണ്. അതെല്ലാം സന്തോഷം തന്നെ മക്കളെ. ഇത്രയും തുക ചോദിച്ചിട്ട് കൊടുക്കാൻ കഴിഞ്ഞാൽ എൻ്റെ കുട്ടീനോട് കഴിച്ചേക്കാൻ കഴിയുമോ? എൻ്റെ കുട്ടി പിന്നെ അവിടെ തന്നെ കുടുങ്ങൂലേ. അപ്പോൾ എത്രയോ പെട്ടെന്ന് എല്ലാവരുടെ സഹകരണം കൊണ്ട് അപ്പോൾ തുക അവിടേക്ക് കൊത്തിക്കാമെന്നും എൻ്റെ കുട്ടീൻ്റെ അടുത്ത് എത്താമെന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷം തന്നെ. അൽഹംദുലില്ലാ അള്ളാഹ് ഞാൻ എത്ര കണ്ട് സൂക്ഷിക്കണം മക്കളെ. അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി കാത്തിരിക്കുകയാണ് ഇപ്പോൾ ഓരോ മലയാളിയും. അമൃത ന്യൂസ്, കോഴിക്കോട്.